എവരിവൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടർ കെമിസ്ട്രിയിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് പൊട്ടൻഷ്യൽ എനർജി സർഫസ്, PES. പൊട്ടൻഷ്യൽ എനർജി സർഫസ് എന്ന് പറഞ്ഞാൽ ഒരു മോളിക്യൂൾസിൻ്റെ അല്ലെങ്കിൽ ഒരു മോളിക്യൂളിൻ്റെ മോളിക്കുലർ സ്ട്രക്ചറും അതിനെ റിസൾട്ടൻ്റ് ആയിട്ടുള്ള എനർജിയും തമ്മിലുള്ള ഒരു മാത്തമാറ്റിക്കൽ റിലേഷനെയാണ് എന്ത് പറയുക, പൊട്ടൻഷ്യൽ എനർജി സർഫസ് എന്ന് പറയുക. ഇത് ആക്ച്വലി ഒരു ഗ്രാഫാണ്. അതിൻ്റെ എക്സ് ആക്സിസിൽ മോളിക്കുലർ ജോമെട്രി പാരാമീറ്റർ ആഡ് ചെയ്യുന്നു, വൈ ആക്സിസിൽ പൊട്ടൻഷ്യൽ എനർജി ഡ്രോ ചെയ്യുന്നു, എന്നിട്ട് ഒരു ഗ്രാഫ് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. അതിനാണ് ആക്ച്വലി എന്ത് പറയുക, പൊട്ടൻഷ്യൽ എനർജി സർഫസ് എന്ന് പറയുക. ഇൻ റിലേഷൻ ബിറ്റ്വീൻ ഏതിനെയാണ്, മോളിക്കുലർ സ്ട്രക്ചർ ആൻഡ് റിസൾട്ടൻറ്റ് എനർജി. അപ്പം ഫസ്റ്റ് പോയിന്റ് നമുക്ക് എങ്ങനെ എഴുതാം, PES is the relationship mathematical or graphical ബിറ്റ്വീൻ ഏതൊക്കെ തമ്മിലാണ്, ബിറ്റ്വീൻ എനർജി ഓഫ് ദി മോളിക്യൂളും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജോമെട്രി. ബിറ്റ്വീൻ എനർജി ഓഫ് ദി മോളിക്യൂൾ and its geometry ഇതിനാണ് പൊട്ടൻഷ്യൽ എനർജി സർഫസ് എന്ന് പറയുക. ഇതിൻ്റെ ഡെഫിനിഷൻ ആയിട്ട് ഇങ്ങനെ എഴുതാം. ഫോർ എക്സാമ്പിൾ, ഒരു ഡൈ ആറ്റോമിക് മോളിക്യൂൾ എടുക്കാം. കൺസിഡർ എ ഡൈ ആറ്റോമിക് മോളിക്യൂൾ. ഏതെടുക്കുന്നത്, HF എടുക്കാം, ഹൈഡ്രജൻ ഫ്ലോറൈഡ്. ഇത് AB ടൈപ്പ് മോളിക്യൂളാണ്. ഓക്കെ, ഇവിടെ ജോമെട്രി ഒപ്റ്റിമൈസേഷന് ചെയ്യുന്ന ഒരു ഫാക്ടറേ ഉള്ളൂ, ഏതാണ്, ബോണ്ട് എനർജി അല്ലേ. അപ്പം എച്ചും ഹൈഡ്രജനും ഫ്ലോറും തമ്മിലുള്ള ബോണ്ട് ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇതിൻ്റെ ഒപ്റ്റിമം ജോമെട്രി ആണല്ലോ. ഇവിടെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ബോണ്ട് ലെങ്ത്. അപ്പം ബോണ്ട് ലെങ്ത് മാത്രമേ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, ഒപ്റ്റിമം ജോമെട്രീനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ അല്ലേ. അപ്പം ഇവിടുത്തെ എക്സ് ആക്സിസ് നമുക്ക് എന്ത് കൊടുക്കാം, നമ്മൾ പറഞ്ഞു PES എന്ന് പറയുന്നത് ബോണ്ട് അല്ലെങ്കിൽ മോളിക്യൂളിൻ്റെ എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും അതുപോലെ തന്നെ ജോമെട്രിയും തമ്മിലുള്ള റിലേഷനാണ്. ഓക്കെ, ഇവിടുത്തെ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ വൈ ആക്സിസിൽ എന്ത് കൊടുക്കാം, വൈ ആക്സിസിൽ പൊട്ടൻഷ്യൽ എനർജി കൊടുക്കാം. ഒരു മോളിക്യൂൾസിൻ്റെ അല്ലെങ്കിൽ ഒരു ബോണ്ട് സ്ട്രെച്ച് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ കംപ്രസ് ആകുമ്പോഴോ ഉണ്ടാകുന്ന എനർജി ചേഞ്ച്, പൊട്ടൻഷ്യൽ എനർജി കൊടുക്കാം. അതുപോലെ തന്നെ എക്സ് ആക്സിസിൽ എന്ത് കൊടുക്കാം, എക്സ് ആക്സിസിൽ ബോണ്ട് ഡിസ്റ്റൻസ് കൊടുക്കാം. ഹൈഡ്രജൻ HFും തമ്മിലുള്ള ബോണ്ട് ഡിസ്റ്റൻസ്, ബോണ്ട് ലെങ്ത് അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യാം. ഒരു ഇക്വിലിബ്രിയം ബോണ്ട് ലെങ്ത് ഉണ്ടാവും അല്ലേ. ആ ഇക്വിലിബ്രിയം ബോണ്ട് ലെങ്തിലായിരിക്കും ഏറ്റവും എനർജി കുറവ്. ഇനി ഈ ഇക്വിലിബ്രിയം ബോണ്ട് ലെങ്തിൽ നിന്ന് ഞാൻ R കൊടുക്കുവാണേ, R ഇക്വിലിബ്രിയം ബോണ്ട് ലെങ്തിന് R ആയിട്ട് തന്നു. സോ ഇത് ബോണ്ട് ഇക്വിലിബ്രിയമാണ്. അതുപോലെ തന്നെ ഇത് ഇക്വിലിബ്രിയം പൊട്ടൻഷ്യൽ എനർജി, ഇക്വിലിബ്രിയം ഡിസ്റ്റൻസ് ആകുമ്പോൾ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജി. ഇനി ഈ ബോണ്ട് ലെങ്ത് സ്ട്രെച്ച് ചെയ്യുമ്പോഴോ എനർജി എന്താകും, കൂടുക ചെയ്യുന്നല്ലേ, എനർജി കൂടുന്നു. ഇനി ഈ പോയിന്റിൽ നിന്ന് പൊട്ടൻഷ്യൽ എനർജി മിനിമം ആയിട്ടുള്ള ഇക്വിലിബ്രിയം ബോണ്ട് ലെങ്തിൽ നിന്ന് കംപ്രസ് ആകുമ്പോഴോ അപ്പോഴും ബോണ്ട് എനർജി ഇൻക്രീസ് ആവുക ചെയ്യുന്നു. സോ ഇതായിരിക്കും ഹൈഡ്രജൻ ഫ്ലോറൈഡ് HF അല്ലെങ്കിൽ ഡൈ ആറ്റോമിക് മോളിക്യൂൾസിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ഗ്രാഫ് എന്ന് പറയുന്നത്. നോക്കുക, ഇവിടെ എത്ര ഡയമെൻഷൻ ഉണ്ട്, 2 ഡയമെൻഷനേ ഉള്ളൂ അല്ലേ, 2 ഡയമെൻഷനേ ഉള്ളൂ. ഏതൊക്കെയാണ് ഡിപ്പെൻഡ് ആകുന്നത്, അല്ലെങ്കിൽ ഗ്രാഫിനകത്ത് പ്ലോട്ട് ചെയ്യുന്നത് പൊട്ടൻഷ്യൽ എനർജിയും അതുപോലെ തന്നെ ബോണ്ട് ലെങ്തും മാത്രമേ നമ്മൾ ഡ്രോ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുള്ളൂ. അപ്പം ഇത് 2 ഡയമെൻഷണൽ ഗ്രാഫാണ്. ഓർക്കുക, 2 ഡയമെൻഷണൽ ഗ്രാഫ് മാത്രമേ ഉള്ളൂ. ഓക്കെ, 2 ഡയമെൻഷണൽ ഗ്രാഫാണ്. അതിൻ്റെ ഇക്വിലിബ്രിയം ബോണ്ട് ലെങ്ത് ആൻഡ് പൊട്ടൻഷ്യൽ എനർജി മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇനി ഇവിടെ ഒപ്റ്റിമം ജോമെട്രി ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടി എന്ത് മാത്രമേ ഇവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ, ഒപ്റ്റിമം ജോമെട്രി അല്ലെങ്കിൽ ജോമെട്രിയുടെ എനർജി കൺസിഡർ ചെയ്യാൻ വേണ്ടി എന്ത് മാത്രമേ ഇവിടെ ഡിപ്പെൻഡ് ആകുന്നുള്ളൂ, ബോണ്ട് ലെങ്ത് മാത്രമേ
ഡിപ്പെൻഡ് ആവുന്നുള്ളൂ. അപ്പോൾ എത്ര പാരാമീറ്റർ ഉണ്ട്? ഒരു പാരാമീറ്റർ മാത്രമേ ഇക്വിലിബ്രിയം ജോമെട്രിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് 1 ഡയമെൻഷണൽ പൊട്ടൻഷ്യൽ എനർജി സർഫസ് ആയിരിക്കും. അവർക്ക് 2 ഡയമെൻഷണൽ ഗ്രാഫാണ്, പക്ഷേ ഇക്വിലിബ്രിയം ജോമെട്രിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പാരാമീറ്റർ ഒന്നേ ഉള്ളൂ, ബോണ്ട് ലെങ്ത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ 1 ഡയമെൻഷണൽ പൊട്ടൻഷ്യൽ എനർജി സർഫസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയാലോ? ഇനി വാട്ടർ എടുക്കാം. വാട്ടർ H2O. H2O ആണെങ്കിൽ ഏതൊക്കെയായിരിക്കും ഡിപ്പെൻഡ് ആകുന്നത്? ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും ബോണ്ട് ലെങ്ത് അല്ലേ? ബോണ്ട് ലെങ്ത്. ഇനി അതുപോലെ തന്നെ വേറെ എന്തുണ്ടായിരിക്കും? ഹൈഡ്രജൻ ഓക്സിജൻ ഹൈഡ്രജൻ ബോണ്ട് ആംഗിളും ഉണ്ടായിരിക്കും അല്ലേ? ബോണ്ട് ആംഗിൾ ഉണ്ടായിരിക്കുമല്ലോ. ഇനി ഇവിടെ ഇക്വിലിബ്രിയം ജോമെട്രിയെ അല്ലെങ്കിൽ ഒപ്റ്റിമം ജോമെട്രിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ ഏതൊക്കെയാണ്? ബോണ്ട് ലെങ്തും അതുപോലെ തന്നെ ബോണ്ട് ആംഗിളും. അപ്പം ഏതൊക്കെ ഫാക്ടർ വരും? അല്ലെങ്കിൽ ഗ്രാഫിനകത്ത് ഏതൊക്കെ ടേംസ് വരും? ബോണ്ട് ലെങ്തിൻ്റെ ടേം വരുന്നുണ്ട്, അതുപോലെ തന്നെ ആംഗിളിൻ്റെ ടേം വരുന്നുണ്ട്. പിന്നെ ഏത് വരും? വൈ ആക്സിൽ പൊട്ടൻഷ്യൽ എനർജി സർഫസ് വരും. പൊട്ടൻഷ്യൽ എനർജിയും വരും. അങ്ങനെയാണെങ്കിൽ എത്ര ഡയമെൻഷണൽ ഗ്രാഫ് ആയിരിക്കും ഇത്? 3 പാരാമീറ്റർ വരുന്നുണ്ട്, 3 ഡയമെൻഷണൽ ഗ്രാഫാണ്. ഇനി ഇക്വിലിബ്രിയം ജോമെട്രിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ ഏതൊക്കെയാണ്? OH ബോണ്ട് ലെങ്ത്, അതുപോലെ തന്നെ HOH ബോണ്ട് ആംഗിൾ. അപ്പം 2 ഫാക്ടറേ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് 2 ഡയമെൻഷണൽ പൊട്ടൻഷ്യൽ എനർജി സർഫസ് അല്ലെങ്കിൽ 2 ഡയമെൻഷണൽ PES ആയിരിക്കും. 2 എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇക്വിലിബ്രിയം ജോമെട്രീനെ അല്ലെങ്കിൽ ഒപ്റ്റിമം ജോമെട്രീനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ. ഇനി അടുത്തൊരു മോളിക്യൂൾ എടുക്കാം, HOF. ഇവിടെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒപ്റ്റിമം ജോമെട്രീനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ ഏതൊക്കെയായിരിക്കും? ഓക്സിജൻ ഹൈഡ്രജൻ ബോണ്ട് ലെങ്ത് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഓക്സിജൻ ഫ്ലോറിൻ ബോണ്ട് ലെങ്ത്, ദെൻ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്ലോറിൻ ബോണ്ട് ആംഗിൾ ആണല്ലോ. 3 ഫാക്ടർ ഇവിടെ ഡിപ്പെൻഡ് ആവുന്നുണ്ട്, 3 ഫാക്ടർ. ദെൻ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഏതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്? ഗ്രാഫ് വരയ്ക്കുമ്പോൾ പൊട്ടൻഷ്യൽ എനർജിയും കൂടെ വരുന്നുണ്ട്. അപ്പം ഏത് ഡയമെൻഷണൽ ഗ്രാഫ് ആയിരിക്കും ഇത്? 1, 2, 3 പാരാമീറ്റേഴ്സ് ഉണ്ട്. അപ്പം തന്നെ ഇക്വിലിബ്രിയം ജോമെട്രിയിൽ അല്ലെങ്കിൽ ഒപ്റ്റിമൈസേഷൻ ജോമെട്രിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന 3 പാരാമീറ്റർ, അതുപോലെ തന്നെ എനർജിക്കകത്ത് വൈ ആക്സിൽ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ 4 ഡയമെൻഷണൽ ഗ്രാഫ് ആയിരിക്കും ഉണ്ടാകുക അല്ലേ? അപ്പോൾ നമുക്കൊരു 3D സ്പേസിൽ നമുക്ക് എന്ത് വരയ്ക്കാൻ പറ്റത്തില്ല? 4 ഡയമെൻഷണൽ ഗ്രാഫ് വരയ്ക്കാൻ പറ്റത്തില്ല അല്ലേ? നമുക്ക് നിർമ്മിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഇവിടെ ഇക്വിലിബ്രിയം ജോമെട്രീനെ അല്ലെങ്കിൽ ജോമെട്രി ഒപ്റ്റിമൈസേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ ഏതൊക്കെയാണ്? 2 ബോണ്ട് ലെങ്തും 1 ബോണ്ട് ആംഗിളും, 3 പാരാമീറ്റർ ഉണ്ട്. അപ്പോൾ ഇവിടെ ഏത് പൊട്ടൻഷ്യൽ എനർജി സർഫസ് ആയിരിക്കും? 3 ഡയമെൻഷണൽ പൊട്ടൻഷ്യൽ എനർജി സർഫസ് ആയിരിക്കും ആണല്ലോ. ഇവിടെ നമ്മൾ പറഞ്ഞു 4 ഉണ്ട്. 4 പാരാമീറ്റർ 3D സ്പേസിൽ വരയ്ക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഈ 3 ഡയമെൻഷണൽ പൊട്ടൻഷ്യൽ എനർജി സർഫസിനെ അല്ലെങ്കിൽ 3D PESനെ എന്ത് പറയാം? ഹൈപ്പർ സർഫസ് എന്ന് പറയുന്നുണ്ട്. കാരണം നമുക്ക് 3D സ്പേസിൽ വരയ്ക്കാൻ പറ്റാത്ത പൊട്ടൻഷ്യൽ എനർജി സർഫസിനെ നമുക്ക് എന്ത് പറയുന്നു? ഹൈപ്പർ സർഫസ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ്, ഹൈപ്പർ സർഫസ്. കാരണം 3D സ്പേസിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത പൊട്ടൻഷ്യൽ എനർജി സർഫസിനെയാണ് ഹൈപ്പർ സർഫസ് എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി സർഫസ് ആണെങ്കിലും ബോണ്ട് ലെങ്ത് ബോണ്ട് ആംഗിളൊക്കെ കണ്ടുപിടിക്കുന്നത് ഗ്രാഫ് വഴിയല്ല, പകരം മാത്തമാറ്റിക്കൽ ഇക്വേഷൻ വഴിയായിരിക്കും കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് നോക്കുക. ഇനി പൊട്ടൻഷ്യൽ എനർജി സർഫസ് പഠിക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട 2-3 ടേമുകളുണ്ട്. ആ ടേമുകളെ മൊത്തത്തിൽ പറയുന്ന പേരാണ് സ്റ്റേഷനറി പോയിൻറ്റ്സ്. സ്റ്റേഷനറി പോയിൻ്റ് പറയുന്നില്ല, അപ്പോൾ ഞാൻ ഒരു ഗ്രാഫ് വരച്ച് കാണിക്കാം ഏതൊക്കെയാണ് സ്റ്റേഷനറി പോയിൻ്റ് എന്നുള്ളത്. ഒരു റിയാക്ഷൻ്റെ ഡയഗ്രാം ഇങ്ങനെയാണ് ഞാൻ വരയ്ക്കുന്നത്. ക്ലിയർ ആയാലോ? 3 പോയിന്റുകളുണ്ട്. ഏതൊക്കെയാണ്? A,
ബി സി അല്ലേ. ഇനി ഇവിടെ ബി എന്ന് പറയുന്നത് ട്രാൻസിഷൻ സ്റ്റേറ്റ് ആണ് അല്ലേ, ട്രാൻസിഷൻ സ്റ്റേറ്റ്. സി എന്ന് പറയുന്നത് പ്രോഡക്റ്റ്, എ എന്ന് പറയുന്നത് റിയാക്റ്റൻ്റ്. ഇനി ഇവിടെ ഹയസ്റ്റ് എനർജി ഏതായിരിക്കും? ഉറപ്പായിട്ടും ട്രാൻസിഷൻ സ്റ്റേറ്റിനായിരിക്കും ഹയസ്റ്റ് എനർജി എന്ന് പറയുന്നത്, ഹയർ എനർജി. ഇനി ലോവർ എനർജി ഇതിനായിരിക്കും? പ്രോഡക്റ്റിനായിരിക്കും. ഇവിടെ 3 പോയിന്റുകൾ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്, എ ബി സി. ഈ 3 പോയിന്റുകളാണ് ഒരു പൊട്ടൻഷ്യൽ എനർജി സർഫസിലെ എന്തായിട്ട് പറയുന്നത്? സ്റ്റേഷനറി പോയിന്റുകളായിട്ട് പറയുന്നത്, എ ബി സി. അപ്പോൾ നമുക്ക് ഓർക്കാം, ഇവിടെ ഒരു ബോൾ വെക്കുവാണെങ്കിൽ എന്തായിരിക്കും? മൂവ്മെൻറ്റ് ഉണ്ടാകുമോ? മൂവ്മെൻറ്റ് ഉണ്ടാകത്തില്ല അല്ലേ, കുറച്ച് സ്റ്റേബിളാണ്. ഇവിടെയാണെങ്കിലോ അതും കുറച്ചും കൂടെ മറ്റേതിനെ അപേക്ഷിച്ച്, എയിനെ അപേക്ഷിച്ച് സി കുറച്ചും കൂടെ സ്റ്റേബിളാണ്. ഇനി ബി വെച്ചാൽ അവസ്ഥ എന്താ? എങ്ങോട്ടേക്കാണോ എനർജി ഒരു വേരിയേഷൻ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ബോളിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത് ആ സൈഡിലേക്ക് ബോൾ മൂവ് ചെയ്യും അല്ലേ. ഇങ്ങോട്ടേക്കാണ് വരുന്നതെങ്കിൽ എയിലേക്ക് വരും, ഇങ്ങോട്ടേക്കാണെങ്കിൽ സിയിലേക്ക് വരും. ഇനി അപ്പം ഇതിനാണ് ഹയസ്റ്റ് എനർജി പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഹയസ്റ്റ് എനർജി എന്ന് പറഞ്ഞാൽ എങ്ങോട്ട് വേണമെങ്കിലും വരാം, എയിലേക്കും വരാം, ബിയിലേക്കും വരാം, സിയിലേക്കും വരാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ വെച്ചാൽ സ്റ്റേബിളാണോ? ഒരിക്കലും സ്റ്റേബിൾ അല്ല അല്ലേ. ഈ പോയിന്റിൽ, ഈ 3 പോയിന്റ് ഒഴികെ ബാക്കി എവിടെ വെച്ചാലും സ്റ്റേബിൾ ഉണ്ടാകത്തില്ല ബോൾസിന്. ആ പോയിന്റിൽ അല്ലെങ്കിൽ ആ 3 പോയിന്റിൽ ഒഴികെ എവിടെ വെച്ചാലും ബോളിന് സ്റ്റേബിൾ ഉണ്ടാവില്ല, അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ ആണല്ലോ. ബി സ്റ്റേബിൾ ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷേ കമ്പയർ ടു ദിസ് 2 സ്റ്റേബിളാണ് അല്ലേ, അങ്ങനെ വേണേൽ പറയാം. ഈ 3 നെയിം ചെയ്തിരിക്കുന്ന 3 പോയിന്റുകളെ കുറിച്ചാണ് സ്റ്റേഷനറി പോയിന്റുകൾ എന്ന് പറയുന്നത്. ഹയസ്റ്റ് എനർജി പോയിന്റിനെ, ബി എന്ന് പറയുന്ന ടേമിനെ സാഡിൽ പോയിന്റ് എന്ന് പറയുന്നു. സഡിൽ പോയിന്റ്, സഡിൽ പോയിന്റ്സ്. എ മിനിമം എനർജിയാണ്, സി മിനിമം എനർജിയാണ് അല്ലേ. ഇതിനകത്തെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് എനർജി ഏതാണോ അതിനെ പറയുന്ന പേരാണ് ഗ്ലോബൽ മിനിമ. ഗ്ലോബൽ മിനിമ. ഇനി സിനെ അപേക്ഷിച്ച് എക്ക് എനർജി കൂടുതലാണ്, പക്ഷേ ബിനെ അപേക്ഷിച്ച് എനർജി കുറവാണ്. അപ്പം ഇത് രണ്ടിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു പോയിൻ്റാണ് എ എന്ന് പറയുന്നത്. അതിന് പറയുന്ന പേരാണ് ലോക്കൽ മിനിമ. ഹയസ്റ്റ് എനർജിനെ സഡിൽ പോയിൻറ്റ്സ്, ഏറ്റവും എനർജി കുറഞ്ഞതിനെ ഗ്ലോബൽ മിനിമം. രണ്ടിൻ്റെ കൂടെ ഇൻ്റർമീഡിയറ്റ് നിൽക്കുന്ന പോയിന്റിനെ ലോക്കൽ മിനിമം. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഗ്ലോബൽ മിനിമയും ലോക്കൽ മിനിമയും അതുപോലെ തന്നെ സഡിൽ പോയിൻ്റ് ഒക്കെ പറയുന്നത് ടോർഷണൽ ആംഗിൾ അല്ലെങ്കിൽ ഡൈഹീഡ്രൽ ആംഗിളും എനർജിയും തമ്മിലുള്ള പൊട്ടൻഷ്യൽ എനർജി ഗ്രാഫ് വരയ്ക്കുമ്പോഴായിരിക്കും പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഒരു പൊട്ടൻഷ്യൽ എനർജി ഗ്രാഫ് ടോർഷണൽ ആംഗിൾ ഡിപ്പെൻഡ് ആകുന്നത് ഏതാണ്? എൻ ബ്യൂട്ടേൻ നോക്കാം. എൻ ബ്യൂട്ടേൻ എന്ന് പറയുന്ന ഒരു മൾട്ടി ഡയമെൻഷണൽ പൊട്ടൻഷ്യൽ എനർജി സർഫസ് ആയിരിക്കും കിട്ടുക. ഓക്കെ, അവിടെ എത്ര ഇൻറ്റേർണൽ കോർഡിനേറ്റ്സ് ഉണ്ടായിരിക്കും? എൻ ബ്യൂട്ടേൻ എന്ന് പറയുന്നത് CH3 CH2 CH2 CH3 ആണല്ലോ. ടോട്ടൽ എത്ര ആറ്റം ഉണ്ട്? 4 7 10 14 14 ആറ്റംസ് ഉണ്ട്. അപ്പം ഇൻറ്റേർണൽ കോർഡിനേറ്റ്സ് എത്ര ഉണ്ടായിരിക്കും? അല്ലെങ്കിൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയായിരിക്കും? നോൺ ലീനിയർ ആണെങ്കിൽ 3n - 6 വെച്ച് നോക്കാം. 3 × 14 - 6 എത്രയാണ്? ടോട്ടൽ 36 ഇൻറ്റേർണൽ കോർഡിനേറ്റ്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ 36 വേരിയബിൾസ് ആയിരിക്കും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുക? ഇതിൻ്റെ എനർജിനെ ഡിപ്പെൻഡ് ആകുക. വേരിയബിൾ അല്ല, 36 ആറ്റങ്ങൾ ആണ് ഇതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി സർഫസിനെ ഡിപ്പെൻഡ് ആകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് മാത്രമേ എടുക്കുന്നുള്ളൂ? ഡൈഹീഡ്രൽ ആംഗിൾ മാത്രമേ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഡൈഹീഡ്രൽ ആംഗിൾ കൺസിഡർ ചെയ്യാൻ വേണ്ടി എന്തെടുക്കുന്നു? CH3 ഹൈഡ്രജൻ ദെൻ CH3
ഹൈഡ്രജൻ, ഹൈഡ്രജൻ. 0 ഡിഗ്രി അല്ലേ. ഇനി ഞാൻ 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നു. 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു. എത്രയായി? CH3 ഹൈഡ്രജൻ, ഹൈഡ്രജൻ, CH3 ഹൈഡ്രജൻ, ഹൈഡ്രജൻ. ദെൻ അഗെയിൻ 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു. ഇതുമായിട്ട് 0 ഡിഗ്രി തൊട്ട് ഇത് എത്ര ഡിഗ്രിയാണ്? 60 ഡിഗ്രിയാണേ. ഇനി ഇതോ CH3 CH3 ഹൈഡ്രജൻ, 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 ഹൈഡ്രജൻ. 0 ആയിട്ട് ഇത് എത്ര ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തിരു? 120 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു. ദെൻ അഗെയിൻ 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു. CH3 CH3H ഹൈഡ്രജൻ. 0 ആയിട്ട് കമ്പയർ ടു 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു. ദെൻ അഗെയിൻ 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു. CH3 ഹൈഡ്രജൻ, ഹൈഡ്രജൻ. ദെൻ അഗെയിൻ ഏതാ വരിക? CH3 ഹൈഡ്രജൻ, ഹൈഡ്രജൻ. 0 ആയിട്ട് ഇത് 240 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു. ദെൻ അഗെയിൻ 60 ഡിഗ്രി. CH3 ഹൈഡ്രജൻ, ഹൈഡ്രജൻ. 0 ആയിട്ട് എത്ര ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു? 0 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 300 ഡിഗ്രി ആയിട്ട് റൊട്ടേറ്റ് ചെയ്തു. ദെൻ അഗെയിൻ 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്താൽ എന്താകും? 0 ഡിഗ്രിയിലേക്ക് എത്തും അല്ലേ. CH3 ഹൈഡ്രജൻ, ഹൈഡ്രജൻ, CH3 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 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു അല്ലേ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഓരോ കൺഫർമേഷൻ വരുന്നത്. ഇനി ഇവിടെ ഏറ്റവും ഹയസ്റ്റ് എനർജി ഏതിനായിരിക്കും? ഉറപ്പായിട്ടും എക്ലിപ്സ്ഡ് സ്ട്രക്ചറിനായിരിക്കും അല്ലേ. എക്ലിപ്സ്ഡ് സ്ട്രക്ചറിനായിരിക്കും. അപ്പോൾ ഏതൊക്കെയാണ് എക്ലിപ്സ്ഡ്? 0 എക്ലിപ്സ് സ്ട്രക്ചറാണ്. അതുപോലെ തന്നെ 360 എക്ലിപ്സ്ഡ് സ്ട്രക്ചറാണ് ആണല്ലോ. ഇനി ഇവിടുത്തെ ഏറ്റവും മിനിമം എനർജി ഏതിനായിരിക്കും? നോക്കുക. CH3 തമ്മിലുള്ള ഡിസ്റ്റൻസ് അകന്നു വയ്ക്കുമ്പോഴായിരിക്കും അല്ലേ. 60 അല്ല, 120 അല്ല, എവിടെയാണ്? 80 ഡിഗ്രി. 80 ഡിഗ്രി വരുമ്പോഴായിരിക്കും ലോവസ്റ്റ് എനർജി വരുന്നത്. ആൻറ്റി കൺഫർമേഷൻ ആണല്ലോ. ഇനി ഹയസ്റ്റ് എനർജി 0-യും 360-യും പറഞ്ഞു. അതുപോലെ തന്നെ ലോവസ്റ്റ് എനർജി 180-യും പറഞ്ഞു. ഇനി ഇത് നമ്മുടെ ഇടയിൽ നിൽക്കുന്ന 2 ടേമുകളുണ്ടല്ലേ. ഏതാ? 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ മിനിമം എനർജി കിട്ടും. അതുപോലെ തന്നെ 300 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോഴും ഒരു മിനിമം എനർജി കിട്ടും. ഇനി 0-ൽ നിന്ന് 120 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഒരു ഹയർ എനർജി കിട്ടും. പക്ഷേ എക്ലിപ്സിനെ കഴിഞ്ഞ് എനർജി കുറവായിരിക്കും. അതുപോലെ തന്നെ 240 റൊട്ടേറ്റ് ചെയ്യുമ്പോഴും ഈ സെയിം അവസ്ഥ കിട്ടും. അപ്പം എത്ര പോയിന്റുകളുണ്ട്? 0 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോഴും 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോഴും ഒരു എനർജി ലെവൽ കിട്ടും, അല്ലെങ്കിൽ എനർജി പോയിന്റ് കിട്ടും. ഇനി 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പം ഒരു എനർജി പോയിന്റ് കിട്ടും. ദെൻ 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോഴും 300 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോഴും വേറൊരു പോയിന്റ് കിട്ടും. ആൻഡ് ലാസ്റ്റ് 120 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോഴും 240 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോഴും വേറൊരു പോയിന്റ് കിട്ടും. അപ്പം ടോട്ടൽ 4 പോയിന്റുകളുണ്ട്. 1 2 3 4 പോയിന്റുകളുണ്ട്. ഇതിനകത്തെ ലോക്കൽ മിനിമയും ഗ്ലോബൽ മിനിമയും നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. ഗ്ലോബൽ മിനിമം ഏതാണ്? ഏറ്റവും എനർജി കുറവ് ഏതിനായിരിക്കും? 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഉള്ള ആൻറ്റി കൺഫർമേഷൻ ആണല്ലോ. ഇനി ഗ്ലോബൽ മിനിമം ഏതാണ്? ഈ സ്ട്രക്ചറിനകത്തെ മിനിമം എനർജി ഏതിനായിരിക്കും? 180. അതിനേക്കാളും കൂടുതൽ എനർജിയും, പക്ഷേ കമ്പയർ ടു മിനിമം എനർജി, കമ്പയർ ടു 0 ഡിഗ്രി വരുമ്പോഴുള്ള മിനിമം എനർജി ഏതിനായിരിക്കും? 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ 300 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നു. മിനിമം എനർജി തന്നെയാണ്, പക്ഷേ അത് ലോക്കൽ മിനിമയാണ്. ക്ലിയർ ആയല്ലോ. അതായത് ആക്ച്വൽ സാഡിൽ പോയിന്റ് എന്ന് പറയുന്നത് 0-യും 360-യുമാണ്. പക്ഷേ ഇവിടെ 2 സാഡിൽ പോയിന്റ് ഉള്ളതുകൊണ്ട് ഇതിനെ
ഫസ്റ്റ് ഓർഡർ സാഡിൽ പോയിൻ്റ് എന്നും, തെറ്റിപ്പോയി, ഹയർ എനർജി ഉള്ളതിനെ സെക്കൻഡ് ഓർഡർ സാഡിൽ പോയിൻ്റ് എന്നും അല്ലെങ്കിൽ ഹിൽ ടോപ്പ് എന്നും പറയും. സെക്കൻഡ് ഓർഡർ സാഡിൽ പോയിൻറ്റും, ഇനി 120 240 ആണെങ്കിൽ അതിനെ ഫസ്റ്റ് ഓർഡർ സാഡിൽ പോയിൻ്റ് എന്ന് പറയും. ഓക്കെ, ഇതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ഡയഗ്രാം വരയ്ക്കാം. പൊട്ടൻഷ്യൽ എനർജി, then dihedral angle 0, 60, 120, 180, 240, 300, 360. ഓക്കെ, ഹയർ എനർജി ടോപ്പ് പോയിൻ്റ് 60 വരുമ്പം കുറവ്, ദെൻ 180 വരുമ്പോൾ ഏറ്റവും ലോവസ്റ്റ് എനർജി, 240 വരുമ്പോൾ 300 വരുമ്പോൾ ആൻഡ് 360 വരുമ്പോൾ. ഈ ഗ്രാഫിനകത്ത് നോക്കുമ്പോഴേ നമുക്കറിയാം അല്ലേ, ഏതാണ് ഓരോ പോയിന്റിലൊക്കെ എ ബി സി ഡി ഇ എഫ് ജി ആണല്ലോ. എയും ജിയും എന്താണ്? എ ആൻഡ് ജി ഹയസ്റ്റ് എനർജി ആണല്ലേ, ഹിൽ ടോപ്പ് അല്ലെങ്കിൽ സെക്കൻഡ് ഓർഡർ സാഡിൽ പോയിന്റ്. ഇനി സിയും ഇയും സി ആൻഡ് ഇ ഹയർ എനർജി തന്നെയാണ്, പക്ഷേ കമ്പയർ ടു എ ആൻഡ് ജി ലോ എനർജിയാണ്. അപ്പോൾ എന്ത് പറയും? ഫസ്റ്റ് ഓർഡർ സാഡിൽ പോയിന്റ്. ദെൻ ഡി എന്ന് പറയുന്നതോ ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. ഡി ഏതാണ്? ഡി ഗ്ലോബൽ മിനിമ. അല്ലെങ്കിൽ ഗ്ലോബൽ മിനിമം. ക്ലിയർ ആയല്ലോ. ദെൻ ലാസ്റ്റ് ബി ആൻഡ് എഫ്. ഡിയെ കഴിഞ്ഞും എനർജി കൂടുതലാണ്, പക്ഷേ ബാക്കി എ സി ഇ ജിയെ കഴിഞ്ഞും എനർജി കുറവും. അപ്പോൾ എന്ത് പറയും? ലോക്കൽ മിനിമ. ഇയും ബി ഒരേ എനർജി കേട്ടോ. ബി ആൻഡ് എഫ് ബി ആൻഡ് എഫ് ഏതാണ്? ലോക്കൽ മിനിമം. ഇത്രയുമാണ് പൊട്ടൻഷ്യൽ എനർജി സർഫസിനെ കുറിച്ച് പറയേണ്ടത്. ക്ലിയർ ആയല്ലോ? ഇനി ഒരു ഹോംവർക്കാണ്, നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. പൊട്ടൻഷ്യൽ എനർജി സർഫസ് ഓഫ് ഈതേ. പൊട്ടൻഷ്യൽ എനർജി സർഫസ് ഓഫ് ഈതേ ചെയ്ത് നോക്കുക. ഓക്കെ, ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ലോക്കൽ മിനിമയും ഗ്ലോബൽ മിനിമയും അതുപോലെ തന്നെ സാഡിൽ പോയിൻറ്റ്സും മെൻഷൻ ചെയ്യുക. ഓക്കെ, താങ്ക് യു.